വചനമൊഴി ആഗസ്റ്റ് 22. വചനഭാഗം യാക്കോബ് 1:9-11, മത്തായിയുടെ സുവിശേഷം 22:34-40. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ പരീശയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേതും ഇതിന് തുല്യം തന്നെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചതുപോലെ വിശുദ്ധ വചനത്തിലൂടെ നൽകപ്പെട്ട കൽപ്പനകളിൽ ഏറ്റവും വലുത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. രണ്ടും തുല്യമാണ്. എന്നാൽ ഒന്നാമത്തേത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ട് ഒരു സഹോദര സ്നേഹവും ഉണ്ടാകുവാൻ പാടില്ല. സഹോദര സ്നേഹം, മനുഷ്യ സ്നേഹം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന്. വിശുദ്ധ ലിഖിതങ്ങളുടെ എല്ലാം അന്തസത്തയും സംഗ്രഹവും ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന കാര്യമാണ് എന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടിസ്ഥാനപരമായി വിശുദ്ധ വചനത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്നതും വിശുദ്ധ വചനത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നതും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവരായി മാറുവാനുമാണ്. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കണം എന്നതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുവാനും അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് ശുശ്രൂഷ നൽകുവാനും തിരുവചനം ആഹ്വാനം ചെയ്യുന്നു. വചനാനുസൃതമായ ജീവിതത്തിലൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടവനായി വളർന്നു വരുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.